ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങയുടെ അതേ മുഖഭാവം ഞങ്ങളിലേക്ക് പകർന്നു തരികയായിരുന്നല്ലോ അവിടുന്ന് ചെയ്തത്. ഞങ്ങളുടെ അകൃത്യങ്ങൾ മൂലം അങ്ങയുടെ ആ മനോഹരമായ ഛായ, ഞങ്ങളിലുള്ള അങ്ങയുടെ മുഖം ഞങ്ങൾ പലപ്പോഴും വികൃതമാക്കി കളയുന്നു. ആ മുഖത്തിൻ്റെ മനോഹാരിത ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈശോയിലൂടെയാണല്ലോ. പ്രിയ ഈശോയെ, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനുള്ള ഞങ്ങളുടെ എളിയ ദൗത്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. ആ ദൗത്യമനുസരിച്ച് ജീവിക്കുവാൻ അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, സകല മാലാഖമാരെ, വിശുദ്ധരെ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 34, 29 മുതലുള്ള തിരുവചനങ്ങൾ. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായി മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹറോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനായി മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുമ്പിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നത് വരെ മോശ മുഖം മറച്ചിരുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സാധാരണ നമ്മൾ പറയാറുണ്ട്, ഉണ്ണിയെ കാണുമ്പോഴേ അറിയാം ഊരിലെ പഞ്ഞം. മുഖം കണ്ടാൽ അറിയാമല്ലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്തേ മുഖത്തൊരു പ്രസാദം ഇല്ലാത്തത്? രാത്രി ഉറങ്ങിയില്ലേ, അതോ കരയുകയായിരുന്നു? മുഖം വായിക്കുന്ന ആ മനുഷ്യർ, മുഖത്ത് നിന്ന് ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സന്തോഷവും സങ്കടവും പ്രകടമാകുന്നത് മുഖത്താണ്. സൗന്ദര്യത്തിൻ്റെ മുഖ്യമായ വശം മുഖമാണ്. ചുരുക്കത്തിൽ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. സുന്ദരന്മാരെയും സുന്ദരിമാരെയും സൃഷ്ടിക്കുന്നത് മുഖം തന്നെ. ചുണ്ട്, മൂക്ക്, കണ്ണ്, കവിളുകൾ, നെറ്റിത്തടം തുടങ്ങി സൗന്ദര്യത്തിൻ്റെ വിശാലമായ ഒരു ലോകമാണ് മുഖം. കണ്ണിനെക്കുറിച്ചും കവിളിനെക്കുറിച്ചും കവിതകൾ, മുഖം നോക്കി കള്ളൻ്റെ ലക്ഷണവും വില്ലൻ്റെ ലക്ഷണവും വരെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ചിരിക്കുന്ന മുഖമാണ്. അതും മുഖത്തിന് അവകാശപ്പെട്ടതാണ്. ചിരി തന്നെ പല വിധത്തിലുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പുഞ്ചിരി, പൊട്ടിച്ചിരി, പരിഹാസച്ചിരി, ചമ്മിയ ചിരി, കൊലച്ചിരി, അങ്ങനെ ചിരിയെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കും. പുഞ്ചിരി മത്സരം, ചിരിയിൽ മയങ്ങി വീഴുന്നവർ, മയങ്ങി പോകുന്നവർ, ചിരിക്കൂ, പിണങ്ങാൻ സമയമില്ല, ഒരുപാട് വാക്കുകൾ നമുക്ക് അതേക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഇനി കോപിക്കുന്ന മുഖം, മുഖത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 4:5. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? മുഖം വാടുക അങ്ങനെ സംഭവിക്കുന്നത് മനസ്സ് തളരുമ്പോഴാണ്, ഹൃദയം തകരുമ്പോഴാണ്. ഉരുകിയ മനസ്സും നുറുങ്ങിയ ഹൃദയവും അത് മുഖത്തു നിന്ന് തന്നെ നമുക്ക് വായിച്ച് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോപിക്കുമ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് ഓടിപ്പോവും. ചിലരൊക്കെ കോപിച്ച് കഴിഞ്ഞാൽ വളരെ അക്രമാസക്തമാകുന്ന വിധത്തിൽ വരെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു മുഖം കാണാൻ ആളുകൾക്ക് താല്പര്യമൊന്നുമില്ല. നവരസങ്ങൾ മിന്നിമറയുന്നതും മുഖത്ത് തന്നെയാണല്ലോ. ചിലപ്പോൾ നമ്മൾ ആളുകൾ പറയുന്ന കേൾക്കാം, അവൻ്റെ മുഖം പോലും എനിക്ക് കാണണ്ട, എൻ്റെ കൺമുമ്പിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ മുഴുവനായിട്ടും ഒഴിവാക്കുന്നത്.
അപ്പോൾ കായൻ്റെ മുഖം കറുത്തു. കോപം വരുമ്പോഴുള്ള മുഖഭാവം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചുവന്ന് തുടുത്ത് താടിയൊക്കെ വരയ്ക്കാൻ തുടങ്ങും. ചിലരുടെയൊക്കെ മീശയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. വേറെ ചിലർ ചുണ്ട് കടിച്ചു പിടിക്കും. എന്തെല്ലാം പരിപാടികളാണ് നമ്മൾ ദേഷ്യം വരുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്തുള്ള മുഖം കണ്ടാൽ തന്നെ ആളുകൾ നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ എല്ലാം മുഖത്താണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ മുഖത്തെ മാറ്റം അത് മനസ്സിലെ മാറ്റമാണ്. അപ്പോൾ മനസ്സിലെ മാറ്റം മുഖത്ത് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി സ്നേഹഭാവങ്ങൾ കൂടുതൽ പ്രകടമാകുന്നതും മുഖത്താണ്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കൂടുതൽ പ്രകടമാക്കാനായിട്ട് ഉമ്മ വഴിയാണ് അത് പ്രകടമാക്കുന്നത്. അപ്പോൾ മുഖത്തിന് സ്വന്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മിഴിയഴകും മധുമൊഴിയും ഇതൊക്കെ നമ്മൾക്ക് സുപരിചിതമായ കാര്യങ്ങളാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യത്തെ പരാമർശത്തിന് ശേഷം പിന്നീട് പറയുന്ന മുഖത്തോട് മുഖം വരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 32:30 അത് പറയുക. യാക്കോബും അജ്ഞാതനുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തം. അത് കഴിഞ്ഞപ്പോൾ യാക്കോബ് പറയുകയാണ്, ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു. ആദ്യത്തെ സംഭവമാണത്. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു. തുടർന്ന് ആ അനുഭവത്തിന് ശേഷമാണ് യാക്കോബ് ഏസാവിനെ കണ്ടുമുട്ടുന്നത്. പണ്ട് ചതിച്ച് പോയിട്ട് പിന്നീട് രണ്ടാമത് കാണുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 33:10 ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. തെറ്റിപ്പിരിഞ്ഞ യാക്കോബും ഏസാവും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഈ ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ മനുഷ്യരുടെ മുഖം കാണുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണുന്ന ഒരു പ്രതീതി ഉണ്ടാവുക. ഇവിടെയാണ് ദൈവം നമ്മളെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈശോയുടെ മുഖം നമ്മളിലൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട്. ഈശോയുടെ മുഖം. അപ്പോൾ വെറുതെ കിടന്ന ഒരു മാർബിൾ കഷ്ണത്തിൽ ഒരു മാലാഖയുടെ മുഖം കാണാൻ മൈക്കലാഞ്ചലോയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഓർത്തിരിക്കുക, നമ്മുടെയൊക്കെ ഉള്ളിൽ ദൈവം കാണുന്ന ഒരു മുഖം. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യർ മുഖം കാണുന്നു, ദൈവം ഹൃദയം കാണുന്നു എന്ന്. അപ്പോൾ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നുള്ള വലിയ സത്യം നമ്മൾ ഈ തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ മുഖം കണ്ട വ്യക്തികളാണ് പിന്നീട് നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിയുന്ന മദർ തെരേസായും അതുപോലെ തന്നെ ഫാദർ ഡാമിയനും ഫ്രാൻസിസ് അസിസിയും ഒക്കെ മനുഷ്യരിൽ ദൈവത്തിൻ്റെ മുഖം, ഈശോയുടെ മുഖം കാണുവാനായിട്ട് കഴിഞ്ഞ വ്യക്തികളാണ്. ഇപ്പോൾ പഴയ നിയമത്തിൽ തിളങ്ങി നിന്ന ഒരു മുഖമാണ് മോശയുടേത്. പുതിയ നിയമത്തിൽ സൂര്യനെ പോലെ തിളങ്ങിയ മുഖമാണ് ഈശോയുടേത്. അപ്പോൾ നമുക്ക് മോശയുടെ മുഖത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാം. പുറപ്പാടിൻ്റെ പുസ്തകം 3:6 നമ്മൾ വായിക്കുന്നുണ്ട്, മുഖം മറയ്ക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുക. ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ കത്തുന്ന മുൾപ്പടപ്പിന് മുമ്പിൽ നിൽക്കുന്ന മോശ മുഖം മറയ്ക്കുകയാണ്. അപ്പം അതിനു മുമ്പ് പറയുന്നുണ്ട്, നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റണമെന്ന്. അഴിച്ചു മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങൾ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാകാം ഒരു പക്ഷേ മുഖം മറയ്ക്കാൻ അദ്ദേഹം പരിശ്രമിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33:11 സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു. അപ്പോൾ ഒരു കാലത്ത് മുഖം മറച്ച മോശ പിന്നീട് ദൈവത്തോട് മുഖാഭിമുഖം സംസാരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഭയപ്പെട്ട മോശയിൽ നിന്ന് സ്നേഹിതനായ മോശയിലേക്കുള്ള ദൂരം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഓരോ ആത്മാവിനെയും ദൈവം രൂപീകരിക്കുന്നത് ഇങ്ങനെയാണ്. മുഖം കണ്ട് ജീവിക്കുവാനുള്ള വിളിയാണ് അവിടുന്ന് നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്നും ദൈവത്തെ ഭയത്തോടെ ശിക്ഷിക്കുന്നവനായിട്ട് വിധിക്കുന്നവനായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ട്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, മോശയെപ്പോലെ തന്നെ അവരൊക്കെ മുഖം മറയ്ക്കുന്നത് ഭയം കൊണ്ടാണ്. സ്നേഹിതനോടെന്ന പോലെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രാർത്ഥനയ്ക്ക് നൽകപ്പെട്ട നിർവചനങ്ങൾ പോലും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. പ്രാർത്ഥന സ്നേഹ സംഭാഷണമാണെന്ന് പറയുക. സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംഭാഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം, അതുമൂലം ഉണ്ടാകുന്ന തിളക്കം നമ്മുടെ മുഖത്ത് നിന്ന് മായുന്നു പോലുമില്ല. ഒരു സൂര്യോദയമാണ്, ഉദയതാരത്തിൻ്റെ ശോഭയാണ് ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്നത്. 1 സാമുവേൽ 1:18 ദൈവസന്നിധിയിൽ ഹൃദയവികാര വിചാരങ്ങൾ ചൊരിഞ്ഞ് കടന്നു പോകുന്ന ഹന്നാമ്മയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇതാണ്, ആ മുഖം പിന്നീട് ഒരിക്കലും മ്ലാനമായിട്ടില്ല എന്ന്. പിന്നീട് ഒരിക്കലും മ്ലാനമായിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളുടെ മുഖം ഇത്രയും മ്ലാനമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുഖത്തിന് യഥാർത്ഥമായ കാന്തി കിട്ടുന്നത് ദൈവത്തെ മുഖാഭിമുഖം കാണാൻ സാധിക്കുമ്പോഴാണ്. ആത്മീയമായിട്ട് വളർന്ന വ്യക്തികളുടെ മുഖത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ കണ്ട ഒരു ഐശ്വര്യമുണ്ട്,
ഒരു പ്രസാദമുണ്ട്, ഒരു ദൈവിക പ്രഭ ആ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു കൃപയാണത്. പുറപ്പാടിൻ്റെ പുസ്തകം 34:30. അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ മലയിൽ നിന്നിറങ്ങി വന്ന മോശയുടെ മുഖം തിളങ്ങുന്നത് ഇസ്രായേൽ ജനം നോക്കി നിൽക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34:35. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു, മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. അപ്പോൾ മോശയുടെ പ്രകാശിക്കുന്ന മുഖം ഇസ്രായേൽ ജനം കണ്ടത് അദ്ദേഹം ദൈവത്തോട് ചേർന്ന് നിന്നപ്പോഴാണ്. മോശ സിനായ് മലയിൽ നിന്ന് ആദ്യം ഇറങ്ങി വന്നപ്പോൾ അവർ തിളങ്ങുന്ന മുഖമൊന്നുമല്ല കണ്ടത്. കാരണം വേറെ ഒന്നുമല്ല, കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തം ചവിട്ടുന്ന ജനത്തിന് മോശയുടെ തിളങ്ങുന്ന മുഖം കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കോപിക്കുന്ന മുഖമാണ് ഇസ്രായേൽ ജനം കാണുന്നത്. മുഖത്തോട് മുഖം ചേർന്നിരിക്കുമ്പോഴാണ് അത് പ്രശോഭിക്കുന്നത്. അത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴോ അതിൻ്റെ കാന്തി ഒന്ന് വേറെ തന്നെയാണ്. സംഖ്യയുടെ പുസ്തകം 12:7. എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു. അവൻ കർത്താവിൻ്റെ രൂപം കാണുകയും ചെയ്യുന്നു. മോശയെക്കുറിച്ച് തിരുവചനം പറയുന്ന കാര്യങ്ങൾ അതാണ്. വിശ്വസ്തരായവർക്ക് കർത്താവ് നൽകുന്ന വാഗ്ദാനമാണിതെന്ന് ക്രിസ്തു ശിഷ്യരായി നമ്മൾ ഓർത്തിരിക്കുക. അതേസമയം ഉടമ്പടി ലംഘിക്കുന്ന ജനത്തെ നോക്കി അവിടെ നിന്ന് അരുൾ ചെയ്തു. നിയമാവർത്തന പുസ്തകം 31:17. അന്ന് അവരുടെ നേരെ എൻ്റെ കോപം ജ്വലിക്കും, ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എൻ്റെ മുഖം മറയ്ക്കുകയും ചെയ്യും. കർത്താവ് മുഖം തിരിച്ച് കളഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് നോക്കുക. ഉടമ്പടി ലംഘിച്ചപ്പോഴാണ് ഇസ്രായേലിന് കർത്താവിൻ്റെ മുഖം കാണാൻ സാധിക്കാതെ പോയത്. ഇന്നും കർത്താവിൻ്റെ മുഖം കാണാതെ ജനം വലയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഉടമ്പടിയുടെ ലംഘനമാണ്. ഈശോയുടെ മുഖം ഒന്ന് കണ്ടാൽ മതി, ആ മുഖം ഒന്ന് കാണാൻ സാധിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്തുകൊണ്ട് കാണാൻ കഴിയാതെ പോകുന്നു? അതിൻ്റെ കാരണമാണ് ഇവിടെ നമുക്ക് തെളിഞ്ഞ് കാണുവാൻ സാധിക്കുന്നത്. ദൈവം 2 പ്രാവശ്യം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകി. ആദ്യത്തെ പ്രാവശ്യം 10 കൽപ്പനയുമായിട്ട് കടന്നു വന്നപ്പോഴുണ്ടായ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. കൈപ്പേറിയ അനുഭവമാണ് മോശയ്ക്ക് സമ്മാനിച്ചത്. അപ്പോൾ പിന്നീട് 2ാം പ്രാവശ്യം മലയിൽ കയറിയ മോശയ്ക്ക് ദൈവം മേഘത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തോട് സംസാരിച്ചു. മോശയുടെ മുഖം പ്രകാശിച്ചു. ഇപ്പോൾ 2ാം പ്രാവശ്യവും കൽപ്പന നൽകിയപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. മോശയുടെ മുഖം ഇത്രയും പ്രകാശിച്ചു വരുന്ന സത്യം അദ്ദേഹം അറിഞ്ഞില്ല, പക്ഷെ ജനം അത് കണ്ടു എന്നുള്ളതാണ്. മരണഭീതിയാൽ ഇസ്രായേൽ ജനം ഓടി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ദൈവത്തിൽ നിന്ന് പാപമോചനവും ക്ഷമയും കൽപ്പനകളും 2ാമതും വാങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ള ഉറച്ച തീരുമാനവും ഉണ്ടായിരുന്നു മോശയുടെ മനസ്സിൽ. ആ മനസ്സാണ് ഇസ്രായേൽ ജനം മോശയിൽ 2ാം പ്രാവശ്യം വരുമ്പോൾ കാണുന്നത്. ആ തിളക്കത്തെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ ആ തിളക്കത്തിലേക്ക് നോക്കാൻ മാത്രം ആത്മീയ പക്വത ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് അവർ മുഖം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിലെ ഉടമ്പടി പാലിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ തെളിവായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്മാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മോശയുടെ ഈ തിളങ്ങുന്ന മുഖം. നിയമാവർത്തന പുസ്തകം 34:10. കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. ദൈവം തൻ്റെ ദൗത്യത്തിനായിട്ട് വിളിക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. ഈ ഒരു ഉന്നതിയിലേക്കാണ് ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6:22. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോനുണ്ടായ അനുഭവം. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ വിധത്തിൽ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ മുഖത്തോട് മുഖം ദൈവത്തോട് ചേർത്ത് വെച്ച മനുഷ്യരെയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ മുഖമാണ് മിന്നി നിൽക്കുന്നത്. രൂപാന്തരീകരണ വേളയിലെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരിക. ഈശോയുടെ മുഖം സൂര്യനെ പോലെ മിന്നി, അവിടുത്തെ വസ്ത്രം വെണ്മയുള്ളതായി തീർന്നു. കൂടെ ഉണ്ടായിരുന്നവർ എല്ലാം മറന്നു നിൽക്കുകയാണ്. അവർ പറയുകയാണ്, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അന്ന് തിളങ്ങിയ മുഖം ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഈശോയുടെ അടുത്ത് ഈ പ്രാർത്ഥനാ വേളയിലും പ്രത്യക്ഷനാകുന്നത്, മോശയും ഏലിയായും. അപ്പോൾ ദൈവത്തെ മുഖാഭിമുഖം കൻഷ്യരുടെ ഒരു കൂട്ടായ്മയായിട്ട് രൂപാന്തരീകരണ വേള മാറുകയാണ്. അപ്പോൾ ഈശോയെ കാണുവാൻ ശിഷ്യർക്ക് സാധിച്ചു. മോശയ്ക്ക് ഉണ്ടായ അതേ അനുഭവം തന്നെയാണ്
ശിഷ്യന്മാർക്കും ഉണ്ടാകുന്നത്. തിളങ്ങുന്ന മുഖം കാണുകയാണ് അവരോരോരുത്തരും. അപ്പോൾ ഈ ജീവിതാനുഭവത്തോടാണ് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ജീവിതത്തെ പൗലോസ് ശ്ലീഹ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിനേക്കാൾ ഉയർന്ന ഒരു പദവിയിലേക്കാണ് ശ്ലീഹ ശിഷ്യനെ സ്വാഗതം ചെയ്യുന്നത്. പൗലോസ് ശ്ലീഹ പറയുന്നു, കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. 2 Korinthos 3:10. ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി തീർന്നു. യഹൂദ ജനത്തിന് നൽകപ്പെട്ട 10 കൽപ്പനകൾ ആ ജനത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകമായിരുന്നു. ആ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിൽ മോശയുടെ ഈ പഴയ നിയമത്തിലൊരു പുതിയ മാനം അല്ലെങ്കിൽ ഒരു പൂർണ്ണത കൈവരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. 2 Korinthos 3:18. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നമ്മെല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂടുപടമില്ലാതെ ദൈവത്തെ കണ്ട മോശയെപ്പോലെ ദൈവത്തെ കാണാനുള്ള വിളിയാണ് ക്രിസ്തു ശിഷ്യൻ്റേത്. അപ്പോൾ ഈ പുതിയ നിയമ കണ്ണാടിയിലെന്ന പോലെ എന്നാണ് പറയുക. അപ്പോൾ പുതിയ നിയമത്തിലൂടെ ദൈവത്തിൻ്റെ മുഖം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ കണ്ണാടി പുതിയ നിയമമാണ്. പഴയ നിയമം അതിൻ്റെ ഒരു ഭാഗമാണ്. യോഹന്നാൻ 14:8-10. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഈ കണ്ണാടിയിൽ നോക്കി വേണം നമ്മൾ മുഖം മിനുക്കാൻ. ഈ കണ്ണാടി നോക്കി വേണം നമ്മുടെ മനസ്സ് സുന്ദരമാക്കാൻ, ഹൃദയം നിർമ്മലമാക്കാൻ. ഇപ്പോൾ കണ്ണാടിയിലെന്ന പോലെ കാണുന്ന കർത്താവിൻ്റെ മുഖം അന്ന് മുഖാഭിമുഖം ദർശിക്കാൻ 2 Korinthos 3:18 ശ്ലീഹ പറയുന്നത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോശയോട് ദൈവം സംസാരിച്ചപ്പോൾ ജനം പുറത്തു നിൽക്കുകയാണ്. ആ മഹത്വം കണ്ടപ്പോൾ അവർ മുഖം മറച്ചു, ഒരു മൂടുപടവും വേണ്ടി വന്നു. രൂപാന്തരീകരണ വേളയിൽ ശിഷ്യന്മാർക്ക് മൂടുപടത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമ്മളിലെല്ലാവരിലും മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം. അപ്പോൾ ഓരോ ക്രിസ്തു ശിഷ്യൻ്റെ വിളിയും ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള വിളിയാണ്. ആ മുഖം കണ്ട വ്യക്തികളുടെ അനുഭവങ്ങൾ നമുക്ക് പ്രചോദനവും പ്രോത്സാഹനവുമാണ്. അപ്പോൾ ഇന്ന് ആ മുഖം ദൈവത്തിങ്കിലേക്ക് ഉയർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ കാരണം മറ്റൊന്നുമല്ല, എസ്ര 9:6 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്നു, ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പാടാറുണ്ടല്ലോ, ദൈവമേ നിൻ മുഖം കാണുവാനായി, നിൻമൊഴി ഞാനിന്ന് കേൾക്കുവാനായി, നിൻ്റെ മുഖം പാടിയാൽ ദൈവത്തിൻ്റെ മുഖവും പാടും, ഓർമ്മയിൽ നിൻമുഖം മാത്രം. എത്ര മനോഹരമായ ഗാനങ്ങളാണ്. അപ്പം ഇന്ന് ആ മുഖം തേടുന്നവർ എത്ര പേരുണ്ട്? വളരെ ചുരുക്കമാണ്. അപ്പോൾ ദൈവം മുഖം മറച്ചതിലുള്ള വേദനയാണ് സങ്കീർത്തനങ്ങളിൽ ചില ഭാഗങ്ങളിൽ നമുക്ക് തെളിഞ്ഞ് കാണുവാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 13:1. എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും? 27:8. എൻ്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, ഞാൻ അങ്ങയുടെ മുഖം തേടുകയാണ്. അപ്പോൾ ആ മുഖത്തേക്കാണ് ഞാൻ നോക്കാൻ ആഗ്രഹിക്കുന്നത്. 27:9. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുത്. 51:9. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ. അപ്പോൾ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് കർത്താവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ആ മുഖം ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരേ ഒരു കാരണം മാത്രമാണ് നമ്മുടെ അകൃത്യങ്ങൾ. അപ്പോൾ തിന്മയാൽ നിറഞ്ഞിരിക്കുന്ന മനസ്സും ഹൃദയമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ആ മുഖം ദർശിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം നിർമ്മലമായ ഹൃദയമുള്ള വ്യക്തി എത്ര കള്ളന്മാരുടെ നടുവിൽ നിന്നാലും ആ മുഖം തിളങ്ങുക തന്നെ ചെയ്യും. അപ്പോസ്തല പ്രവർത്തനം 6:15. സ്റ്റീഫനെ എല്ലാവരും കല്ലെറിയുന്ന സമയത്ത് ആ മുഖം തിളങ്ങുന്നത് കണ്ട ജനമുണ്ട്. കൂടെ ഉണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു എന്ന്. വിചാരണ ചെയ്യപ്പെടുമ്പോഴും കല്ലെറിയപ്പെടുമ്പോഴും പിതാവ് ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്റ്റീഫൻ്റെ മുഖം ഒരിക്കലും ആ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകില്ല. അപ്പോൾ വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വചനാനുസൃതം ജീവിക്കുക, ക്രിസ്തുവിൻ്റെ മുഖം കാണാനായിട്ട് സാധിക്കും. ആ ശോഭ നിൻ്റെ മുഖത്തും പ്രതിഫലിക്കും. അപ്പോൾ ഇന്ന് മുഖം മിനുക്കുന്ന നീ ഹൃദയം മിനുക്കാൻ പലപ്പോഴും മറന്നു പോകുന്നില്ലേ? മനസ്സ് നിർമ്മലമാക്കാൻ പലപ്പോഴും മറന്നു പോകുന്നില്ലേ? ആത്മാവിലെ കറ കളയുന്ന തിരുവചനം നീ എന്നാണ് നോക്കുന്നത്? യാത്രയിൽ പോലും ഒരു കൊച്ചു കണ്ണാടി വാനിറ്റി ബാഗിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ, ഇന്ന് തിരുവചനപ്പെട്ടി കയ്യിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ, ഇടയ്ക്ക് മുഖം കഴുകുന്ന നീ, കണ്ണാടിയിൽ മുഖം നോക്കുന്ന നീ, തിരുവചന കണ്ണാടിയിലേക്കും നോക്കണം.
നിന്നിലെ ആന്തരിക സൗന്ദര്യത്തിന് വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മതിയാവുകയില്ല. അതിന് വചനം കൂടിയേ കഴിയൂ. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യനാണ് നീയെങ്കിൽ വചനബദ്ധമായ ജീവിതം വഴി തിളങ്ങേണ്ട മുഖമാണ് നിൻ്റേത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:15. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കട്ടെ. ഇപ്പോൾ മോശയുടെ മുഖത്തോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് തിളങ്ങുന്ന ആ ഒരു പ്രകാശം എന്താണ്? പൗലോസ്ലീഹ പറയുന്നത് പോലെ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഒരാത്മീയ ശുശ്രൂഷയാണ്, തേജസ്സുറ്റ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുക. ഈശോയെ ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ ഈശോയെ നോക്കുകയാണ്. അപ്പോൾ ആ മുഖത്ത് ആത്മാവിൻ്റെ ഫലങ്ങളുടെ തിളക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വലിയ വലിയ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുമ്പിൽ ഒന്നും മറച്ചു വയ്ക്കാനൊന്നുമില്ല. അവരുടെ മുമ്പിൽ ചെന്നിരുന്നാൽ തന്നെ എല്ലാം പകൽ വെളിച്ചം പോലെ വ്യക്തമാവുകയാണ്. അപ്പോൾ മുഖം മനസ്സിൻ്റെ കണ്ണാടി. അവരുടെ മുഖത്ത് ആ മനസ്സ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ കൽപ്പലകയുമായിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്ന മോശയുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയാൽ തിളങ്ങുന്ന ഒരു മുഖമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. അപ്പോൾ മലകൾ ഇന്നും എന്നും ദൈവ മനുഷ്യ സമാഗമത്തിൻ്റെ വേദിയാണ്. ഇപ്പോൾ പഴയ നിയമത്തിൽ ഒരുപാട് മലകൾ നമ്മൾ കാണുന്നുണ്ട്, പുതിയ നിയമത്തിലും ഇഷ്ടം പോലെ മലകൾ കാണുന്നുണ്ട്. അപ്പോൾ മല കയറുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മല കയറി ഇറങ്ങുമ്പോഴുള്ള സന്തോഷത്തേക്കാൾ വലുതാണ് വചനബദ്ധമായ ജീവിതം വഴി ദൈവം നമുക്ക് പകർന്ന് തരുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 34:6 അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ഈ മുഖഭാവങ്ങളാണ് കർത്താവിൻ്റെ മുഖത്ത് തെളിഞ്ഞത്. ദൈവത്തിൻ്റെ മുഖമാണ് ഈശോ. ആ മുഖത്ത് തെളിയുന്നത് ദൈവീക ഭാവങ്ങൾ മാത്രം. ഏകജാതന് നൽകാൻ തക്ക വിധം ഈ ലോകത്തെ അത്രയേറെ സ്നേഹിച്ച പിതാവിൻ്റെ മുഖം നമ്മൾ കാണുകയാണ് ഈശോയിൽ. ആ വലിയ മഹത്വത്തിൻ്റെ മുമ്പിലാണ് മോശ 40 രാവും 40 പകലും ആയിരുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം കർത്താവിനോട് കൂടെ ചെലവഴിച്ചു. ആ തിളക്കത്തിൽ അദ്ദേഹം താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. നിയമാവർത്തന പുസ്തകം 34:7 മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സായിരുന്നു. പക്ഷെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. മോശ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരിൽ വെച്ച് എല്ലാവരിലും വെച്ച് സൗമ്യനായിരുന്നു. അദ്ദേഹം കർത്താവിൻ്റെ പ്രീതിക്ക് കാരണമായി അവൻ്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന്. അപ്പോൾ സൂര്യനെ നോക്കുന്നവൻ്റെ മുഖത്ത് ആ പ്രകാശം, ഈശോയെ നോക്കുന്നവൻ്റെ മുഖത്ത് ആ പ്രകാശം, ദൈവോന്മുഖമായ ജീവിതം നയിക്കുന്നവൻ്റെ മുഖത്ത് ഒരു ദൈവിക പ്രഭ എന്നും ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് നോക്കുക. ആ ഒരു ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നിട്ടുണ്ടോ? ബൈബിൾ ഒന്ന് ഓടിച്ചു വായിച്ചു പോകുന്ന നമ്മൾ, തിരക്കിട്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ, എന്തുമാത്രം ദൈവത്തോട് അടുത്തിരിക്കാൻ സാധിക്കുന്നുണ്ട്? താഴെ ദൈവത്തെ മറന്ന് വിഗ്രഹാരാധനയുടെ നിർവൃതിയിൽ ജനം നൃത്തമാടുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയാൽ തിളങ്ങുന്ന മുഖവുമായിട്ട് മോശ താഴേക്കിറങ്ങുകയാണ്. ദൈവത്തെ കണ്ട കണ്ണുകൾ, അതിൻ്റെ കാഴ്ച മങ്ങുന്നില്ല. ആ ദിവ്യസ്വരം കേട്ട കാത്, കേൾവി കുറയുന്നില്ല. ആ സ്തുതിഗീതം പാടിയ നാവ് ഒരിക്കലും നിശ്ചലമാവുന്നില്ല. ആ വചനം പ്രഘോഷിച്ച അതരങ്ങൾ സദാ ചലിച്ചുകൊണ്ടേയിരിക്കും. ആ ദിവ്യപാദം ചുംബനം കൊണ്ട് പൊതിഞ്ഞ ചുണ്ടുകൾ ഒരിക്കലും അവിടുത്തെ തിരുപ്പാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ആ മുഖത്തോട് മുഖം ചേർത്ത് വെച്ച കവിൾത്തടങ്ങൾ എന്നും തിളങ്ങുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാണെന്നാണ് പറയുക. അപ്പം നമ്മുടെ 2 കണ്ണുകളും കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രമായിരിക്കണം. സുവിശേഷത്തിലെ ക്രിസ്തുവിലേക്ക് ആയിരിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്തിൻ്റെ മുഖം കണ്ട 3-4 വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദവും ഹവയും, മോശ, ഏനോക്ക്, ഏലിയ, കർത്താവീശോ മിശിഹ. ഇപ്പം ഇവർക്കുണ്ടായ അതേ അനുഭവം സ്വായത്തമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ പറഞ്ഞ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഈ വിചിന്തനത്തിൻ്റെ അവസാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പോൾ ഇടവകയിൽ തിരുനാൾ നടക്കുകയാണ്. ഇപ്പോൾ ബാൻഡ് മേളം, വാദ്യമേളം എല്ലാവരും ഉണ്ട്. തിരുനാളൊക്കെ കഴിഞ്ഞു വികാരിച്ചൻ എല്ലാവർക്കും പൈസ കൊടുത്ത് വിടുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ചില്ലറ എല്ലാവർക്കും കൊടുത്തു. കാരണം സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വില കൂടിയല്ലോ എന്നുള്ള ഒരു മനോഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പക്ഷേ ചെണ്ടമേളക്കാരൻ്റെ ആശാൻ പൈസ കൊടുത്ത സമയത്ത് കൂടുതൽ പൈസ അദ്ദേഹം മേടിച്ചില്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ തന്നെ പൈസ മതി.
അപ്പോൾ വികാരിച്ചൻ വളരെയേറെ നിർബന്ധിച്ചു. കുടുംബങ്ങളും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ, അത് സാരല്ല ഇരിക്കട്ടെ. എത്രയേറെ നിർബന്ധിച്ചിട്ടും ഈ മനുഷ്യൻ കൂടുതൽ പൈസ വാങ്ങുന്നില്ല. അപ്പോൾ വികാരിച്ചന് ഒരല്പം സംശയം തോന്നി, എന്താ കാരണം പൈസ വാങ്ങാത്തതിൻ്റെ. അപ്പോഴാണ് ആ വാദ്യമാളക്കാരുടെ ആശാൻ പറയുന്നത്, കഴിഞ്ഞ വർഷം ഇവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ചെണ്ട കൊട്ടാനായിട്ട് തുടങ്ങിയത്. അന്ന് അൽഫോൻസാമയുടെ തിരുനാളായിരുന്നു. ആ അൽഫോൻസാമയുടെ മുഖത്ത് നിന്ന് ഞാൻ ചെണ്ട കൊട്ടിയിട്ട് എനിക്കൊരു ക്ഷീണം ഉണ്ടായില്ല. അന്ന് തുടങ്ങിയ ചെണ്ട കൊട്ട് ഇന്നും തുടരുകയാണ്. ഇതുവരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ആ മുഖത്ത് നോക്കി ചെണ്ട കൊട്ടിക്കഴിഞ്ഞാൽ ഒരു ക്ഷീണവും ഇല്ല അച്ഛാ. ആ മുഖത്ത് നോക്കി ചെണ്ട കൊട്ടിയാൽ ഒരു ക്ഷീണവും ഇല്ല എന്ന്. അപ്പം മനുഷ്യർ മുഖത്തോട് മുഖം കണ്ടു കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അപ്പം ഇതുപോലെ ഇതിനേക്കാൾ എത്രയോ ഉപരിയാണ് ദൈവത്തെ മുഖാഭിമുഖം കണ്ടാലുള്ള അവസ്ഥ. ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കുക. മനുഷ്യർ വികൃതമാക്കിയ മുഖം, ദൈവം തേജോമയമാക്കിയ മുഖം. ആ മുഖത്തടിച്ചു, കരണത്തടിച്ചു, ഒക്കെ ശരിയാണ്. എന്തിനാണ്? ആ മനസ്സെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയായിരുന്നു. കർത്താവിൻ്റെ മനസ്സെങ്ങനെയോ അങ്ങനെയായിരുന്നു ആ മുഖം. കുരിശിൽ പോലും ആ മുഖത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. ഒരു പരിഭവവും ഒരു പരാതിയും ആ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കണ്ണാടിയിൽ നീ മുഖം നോക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണാടി അത് വചനമാണ്, ക്രിസ്തുവാണ്. ആ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവത്തിൻ്റെ മനസ്സ് ഈശോയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മുഖം മനസ്സിൻ്റെ കണ്ണാടി, നീ നോക്കേണ്ട കണ്ണാടി ക്രിസ്തുവാണ്. ആ കണ്ണാടിയിൽ നീ കാണുന്നത് നിൻ്റെ മനസ്സായിരിക്കണം. നമ്മുടെ കണ്ണാടി ഈശോയുടെ തിരുമുഖമാണ്. ആ മുഖത്തിലേക്ക് നോക്കി ദൈവോന്മുഖരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ മുഖം തേടുന്ന മനുഷ്യരാണ്. ആ മുഖം കണ്ട് ജീവിക്കുവാൻ, ആ മുഖം കണ്ട് നിർവൃതി അടയുവാൻ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.